നമ്മുടെ പാലക്കാട് നിയോജകമണ്ഡലത്തിന് ഇന്ന് വലിയ സന്തോഷമാണ്. A+ കിട്ടിയ കുട്ടികളെ, A+, 10ാം ക്ലാസ്സും പ്ലസ് ടുവിൽ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നതിന് പ്രിയപ്പെട്ട സുഹൃത്ത്, സംവിധായകൻ, നടനൊക്കെ ആയിട്ടുള്ള ബേസിലെത്തി. ഞാനിന്ന് ആതിഥേയനാണ്, ബേസിലാണ് അതിഥി. ഒപ്പം നമ്മുടെ മമ്മൂക്കയുടെ അവാർഡും നമുക്ക് വലിയ സന്തോഷം തരുന്നതാണ് അല്ലേ? അതെ, ഉറപ്പായിട്ടും നാഷണൽ അവാർഡ് ഇത്രയും മമ്മൂക്ക ലാസ്റ്റ് ഏതായാലും 98 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഇപ്പോഴും നമുക്ക് അത് നേടുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ബ്രഹ്മയുഗം വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ അടക്കമുള്ള മലയാള സിനിമകൾക്ക് അംഗീകാരം കിട്ടി. അതെ, ഉറപ്പായിട്ടും ഫെമിനിസ്റ്റ് ഫാത്തിമയുണ്ട്, ഷഹനാദ് ജലാലിനുണ്ട്, വൈക്കം വിജയലക്ഷ്മി ചേച്ചിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അതെ, എപ്പോഴും ദേശീയ അവാർഡുകൾ വരുമ്പം കൃത്യമായി മലയാള സിനിമ അതിനെ അവിടെ അടയാളപ്പെടുത്താറുണ്ട്. അതെപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ആകുന്നതിൽ വലിയ സന്തോഷം. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇത് ഒരു സത്യത്തിൽ അവർക്കൊക്കെ കിട്ടുമ്പം നമുക്ക് കിട്ടിയ പോലൊരു സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ? നാഷണൽ ലെവലിൽ റെക്കഗ്നീഷൻ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ മലയാള സിനിമയ്ക്ക് അവിടുത്തെ സ്പേസിൽ ഓൾറെഡി ഭയങ്കര റെസ്പെക്റ്റ് ആണ് ആക്ച്വലി. അപ്പോൾ അത് അവാർഡുകളിലൂടെ കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സന്തോഷമുള്ള കാര്യമാണ്.